നമസ്കാരം. തേർഡ് ഡിവിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. കലോത്സവത്തിന് അവതരണഗാനം പഠിപ്പിക്കാൻ ഒരു നടി 5 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന് മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അവതരണഗാനം പഠിപ്പിക്കാൻ 5 ലക്ഷം പ്രതിഫലം വേണമെന്ന് ഒരു നടി ആവശ്യപ്പെട്ടുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 16,000 കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് 10 മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം കുട്ടികളെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചിരുന്നു. അവർ സമ്മതിക്കുകയും പ്രതിഫലമായി 5 ലക്ഷം രൂപ ചോദിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ എന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണിതെന്നും മന്ത്രി പറഞ്ഞു. കൂടാതെ ഇത്ര വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ടെന്നാണ് തീരുമാനം. സാമ്പത്തിക മോഹികളല്ലാത്ത എത്രയോ നൃത്താധ്യാപികമാരുണ്ട്. അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാനാണ് ഇപ്പോഴത്തെ തീരുമാനം. സ്കൂൾ കലോത്സവം വഴി മികച്ച കലാകാരിയാകുകയും അതുവഴി സിനിമയിലെത്തി അവിടെ വലിയ നിലയിലാകുകയും ചെയ്ത ചില നടിമാർ കേരളത്തോട് അഹങ്കാരമാണ് കാണിക്കുന്നതെന്നും മന്ത്രി വിമർശിച്ചു. സ്റ്റോക്ക് പരിശോധിക്കുന്നതിനു പുറമെ വീട്ടിലും എത്തി പരിശോധിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് തീരുമാനം. എന്നാൽ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് വ്യാപാരി സംഘടനകൾ. റേഷൻ കടകളിലെ സ്റ്റോക്ക് പരിശോധിക്കുന്നതിനു പുറമെ കാർഡ് ഉടമകൾക്ക് കൃത്യമായ അളവിലാണോ സാധനം കിട്ടുന്നത് എന്നും പരിശോധിക്കും. സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങുന്നവരുടെ സഞ്ചി പരിശോധിക്കാനും ഭവന സന്ദർശനം നടത്തി റേഷൻ സാധനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാനും ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രതിമാസം കുറഞ്ഞത് 5 കടകളിലെങ്കിലും താലൂക്ക് സപ്ലൈ ഓഫീസർ, റേഷനിംഗ് ഓഫീസർ, റേഷനിംഗ് ഇൻസ്പെക്ടർ എന്നിവർ പരിശോധന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർമാർക്ക് റിപ്പോർട്ട് നൽകണമെന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം. വിജിലൻസ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് നിർദ്ദേശമെന്ന് കമ്മീഷണറുടെ ഉത്തരവിൽ വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ടോ എന്ന് ഡെപ്യൂട്ടി കൺട്രോൾ ഓഫ് റേഷനിംഗ് ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. എന്നാൽ മറുവശത്ത് പുതിയ ഉറപ്പാക്കൽ പ്രക്രിയയ്ക്കെതിരെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. ഗുണഭോക്താക്കളുടെ തെരുവിലും വീട്ടിലുമുള്ള പരിശോധന അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും ഏതെങ്കിലും തരത്തിൽ ഗുണഭോക്താക്കൾ ഭക്ഷ്യസാധനങ്ങൾ തമ്മിൽ കൈമാറിയാൽ അതിന്റെ ബാധ്യത തങ്ങൾക്ക് ഏറ്റെടുക്കാനാകില്ല എന്നും വ്യാപാരി സംഘടനകൾ അറിയിച്ചു. പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ജാഗ്രതാ നിർദ്ദേശം. പാസ്പോർട്ട് സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യാജ വെബ്സൈറ്റുകളെ കുറിച്ചാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിരവധി വ്യാജ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും അപേക്ഷകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും സേവനങ്ങൾക്കും അപ്പോയിന്റ്മെന്റിനും അധിക ചാർജുകൾ ഈടാക്കുന്നതും മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. വിമാനങ്ങൾക്ക് ഭീഷണിയായി പക്ഷികളും പട്ടങ്ങളും. വിമാനങ്ങളുടെ പാതയിൽ കാണുന്ന പക്ഷികളും നാട്ടുകാർ പറത്തുന്ന പട്ടങ്ങളും കാരണം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിക്കടി പ്രശ്നങ്ങളാണ്. ജില്ലാ ഭരണകൂടം പട്ടം പറത്തലിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടും ഇപ്പോഴും പട്ടം പറത്തുന്നത് അപകട സാഹചര്യമുണ്ടാക്കുന്നു. കഴിഞ്ഞ ദിവസം റൺവേക്ക് മുകളിൽ 200 അടിയോളം ഉയരത്തിൽ പട്ടം പറത്തുന്നത് കാരണം ഇറങ്ങാനെത്തിയ 4 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. കൂടാതെ പുറപ്പെടേണ്ടിയിരുന്ന 2 വിമാനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ പിടിച്ചിടേണ്ട സാഹചര്യവുമുണ്ടായി. റൺവേക്ക് മുകളിൽ അപകടകരമായ സാഹചര്യത്തിൽ പട്ടം പറത്തിയ സംഭവത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ അധികൃതർ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർക്ക് റിപ്പോർട്ട് നൽകി. പട്ടം പറത്തിയ ആളെ തേടി വലിയതുറ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. തുടർന്ന് പോലീസ് സംഭവത്തിൽ കേസെടുത്തില്ല. ഭിന്നശേഷിക്കാർക്ക് സമയം ചിലവഴിക്കാനായി പാർക്കുണ്ട്, എന്നാൽ സന്ദർശകരില്ല. മ്യൂസിയം പരിസരത്ത് 2 വർഷം മുൻപ് നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ പാർക്കാണ് സന്ദർശകരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത്. 2022 മന്ത്രി ആർ ബിന്ദുവാണ് പാർക്ക് ഉദ്ഘാടനം ചെയ്തത്. സന്ദർശകർക്ക് സമയം ചെലവഴിക്കാനായി മനോഹരമായ പൂന്തോട്ടവും ഇരിപ്പിടങ്ങളുമുണ്ട്. എന്നാൽ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന തറയോടുകൾ വളരെ അകലത്തിലായതിനാൽ വീൽചെയറിൽ എത്തുന്നവർക്ക് സഞ്ചരിക്കാനാകുന്നില്ല. കൂടാതെ ഇലക്ട്രിക് വീൽചെയറുകളിൽ എത്തുന്നവർക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുമില്ല. ഇതുമാത്രമല്ല, കുടിവെള്ള സൗകര്യവും ശുചിമുറിയും ഇല്ലാത്തതും സന്ദർശകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കണക്കിലെടുത്ത് പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സാമൂഹ്യ നീതി വകുപ്പ് അധികൃതർ അറിയിച്ചു. എന്നാൽ സഞ്ചാരപാതയിലെ തറയോടുകൾ മ്യൂസിയത്തിൽ നടന്ന അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി മാറ്റിയതാണ്. തറയോടുകൾ ഉടൻ മാറ്റി സ്ഥാപിക്കുമെന്നും എന്നാൽ പാർക്കിനുള്ളിൽ ശുചിമുറികൾ സ്ഥാപിക്കാനാകില്ലെന്നും അധികൃതർ അറിയിച്ചു. ക്ലോവർ ലീഫ് മാതൃകയിൽ ദേശീയ പാതകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ദേശീയപാത അതോറിറ്റിയുടെ പച്ചക്കൊടി.
വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള റോഡ് ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്നതിന് ട്രംപറ്റിന് പകരം ക്ലോവർ ലീഫ് മാതൃക വരുന്നു. ഔട്ടർ റിംഗ് റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് കടക്കാൻ വിഴിഞ്ഞത്തും നാവായിക്കുളത്തും ട്രംപറ്റ് മാതൃകയിലുള്ള റോഡാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ വിഴിഞ്ഞത്ത് ക്ലോവർ ലീഫ് മാതൃകയാണ് അനുയോജ്യമെന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയും അദാനി പോർട്സും പറയുന്നത്. ഇതിന്റെ അന്തിമ രൂപരേഖ തയ്യാറാക്കുന്നതിനായി റോഡ് സേഫ്റ്റി അതോറിറ്റിയെയും നാറ്റ്പാക്കിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗം സർക്കാർ വിളിച്ചിട്ടുണ്ട്. പട്ടുടുത്ത് AI മോഡൽ. മുന്നിൽ ആളുകൾ എത്തുമ്പോൾ കണ്ണ് ചിമ്മി സായ കൈവീശും. വേഷം പട്ടുപാവാടയും ബ്ലൗസും. കിൻഫ്ര ആസ്ഥാനമായ അസിമോ റോബോട്ടിക്സ് എന്ന കമ്പനിയാണ് സായ എന്ന സെമി ഹ്യൂമനോയിഡിനെ നിർമ്മിച്ചത്. കനകക്കുന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും IHRDയും നടത്തുന്ന ജെൻ AI കോൺക്ലേവിലാണ് സായ ശ്രദ്ധ നേടിയത്. റിസപ്ഷനിസ്റ്റ് ആവാനും ഗൈഡ് ആവാനും സായയ്ക്ക് സാധിക്കും. കൂടാതെ മുഖം നോക്കി ആളുകളുടെ മുഖഭാവം കണ്ടെത്തും. സന്തോഷമാണോ സങ്കടമാണോ അത്ഭുതമാണോ എന്ന് പറയും. ഇടപ്പഴിഞ്ഞി ആസ്ഥാനമായ ഹിബെക് എന്ന സ്റ്റാർട്ടപ്പാണ് ഫേസ് ഡിറ്റക്ഷൻ AI മോഡലിനെ കോൺക്ലേവിൽ അവതരിപ്പിച്ചത്. കുറ്റാന്വേഷണങ്ങൾക്കടക്കം നിർണായക പങ്കുവഹിക്കാൻ ഈ മോഡലിന് സാധിക്കും. ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാൻ ഇനി ഒരാഴ്ച മാത്രം. 2024 ഡിസംബർ 14 വരെ ഫീസ് ഇല്ലാതെ ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. ഇതിനോടകം തന്നെ നിരവധി തവണയാണ് സൗജന്യമായി ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി കേന്ദ്രം നീട്ടിയത്. സമയപരിധി ഇനിയും നീട്ടിയില്ല എങ്കിൽ ഡിസംബർ 14 ശേഷം വിവരം അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഫീസ് നൽകേണ്ടി വരും. മൈ ആധാർ പോർട്ടൽ വഴി മാത്രമാണ് സൗജന്യ സേവനം ലഭിക്കുന്നത്. ആധാർ എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞെങ്കിൽ കാർഡ് ഉടമകൾ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. KSEBയുടെ 494 കോടി രൂപയുടെ നഷ്ടം സർക്കാർ ഏറ്റെടുത്തു. സർക്കാരിന് കൂടുതൽ വായ്പ എടുക്കുന്നതിന് കേന്ദ്രം മുന്നോട്ട് വെച്ച നിബന്ധന പ്രകാരമാണ് തീരുമാനം. KSEBയുടെ നഷ്ടം ഏറ്റെടുത്താൽ ആഭ്യന്തര വരുമാനത്തിന്റെ 0.5% 6250 കോടി കൂടി സർക്കാരിന് ഈ വർഷം കൂടുതൽ കടമെടുക്കാം. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം 2022-23 ഈ അധിക വായ്പാ പദ്ധതി കേന്ദ്രം തുടങ്ങിയത്. വർഷം തോറും KSEBയുടെ നിശ്ചിത ശതമാനം നഷ്ടം ഏറ്റെടുത്താൽ സംസ്ഥാന സർക്കാരിന് മൊത്തം ആഭ്യന്തര ഉത്പാദനത്തിന്റെ 0.5% കൂടി കടമെടുക്കാൻ അർഹത കിട്ടുന്നതാണിത്. കഴിഞ്ഞ 2 വർഷമായി കേരളം ഇത് നേടുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം KSEBയുടെ 2023-24 നഷ്ടം 549.21 കോടിയാണ്. ഇതിന്റെ 90% 494.23 കോടി ഏറ്റെടുത്താണ് ധനവകുപ്പ് ഉത്തരവിറക്കിയത്. വെല്ലുവിളിയുമായി K സുധാകരൻ രംഗത്ത്. പിണറായിയിൽ കോൺഗ്രസ് ഓഫീസ് തകർത്തതിൽ വെല്ലുവിളിയുമായി KPCC പ്രസിഡന്റ് K സുധാകരൻ രംഗത്ത്. CPMന്റെ ഓഫീസ് പൊളിക്കാൻ കോൺഗ്രസിന്റെ 10 പിള്ളേർ മതിയെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ടെന്ന് തെളിയിച്ചു തരാമെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വെണ്ടുട്ടായിയിൽ തകർക്കപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു K സുധാകരൻ. നോക്കി നിൽക്കുന്ന പ്രശ്നമൊന്നുമില്ലെന്നും ഞങ്ങൾക്ക് 10 പിള്ളേരെ രാത്രി അയച്ചാൽ നിങ്ങളുടെ ഓഫീസും ഇതുപോലെ തകർക്കാൻ സാധിക്കുമെന്നും CPMകാർ ധരിക്കുന്നത് നിങ്ങളുടേതൊന്നും പൊളിക്കാൻ കഴിയില്ലെന്നാണോ? പൊളിച്ചു കാണണമെന്ന് CPMന് ആഗ്രഹമുണ്ടോ? എങ്കിൽ പറയ്, നിങ്ങൾക്ക് പൊളിച്ചു കാണിച്ചു തരാമെന്നും ആൺകുട്ടികൾ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് തെളിയിച്ചു തരാമെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഭാര്യയെ ഭർത്താവ് നടു റോഡിൽ കുത്തിവീഴ്ത്തി. പുതുക്കാട് സെന്ററിൽ യുവതിയെ മുൻ ഭർത്താവ് കുത്തി പരിക്കേൽപ്പിച്ചു. കോട്ടേക്കാട് സ്വദേശി ബബിതയ്ക്കാണ് കുത്തേറ്റത്. ആക്രമണം നടത്തിയ കേച്ചേരി സ്വദേശി ലെസ്റ്റിൻ പോലീസിൽ കീഴടങ്ങി. 9 കുത്തുകളേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ പുതുക്കാട് ജംഗ്ഷനിൽ വെച്ചായിരുന്നു ആക്രമണം നടന്നത്. കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ബബിതയും ലെസ്റ്റിനും കുറച്ചു കാലമായി വേർപിരിഞ്ഞു കഴിയുകയാണ്. കൂടാതെ നേരത്തെയും ബബിതയുടെ പരാതിയിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മളിലൂടെ. ശംഖുപുഷ്പം ചായയുടെ ഗുണങ്ങൾ. നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരുന്നതാണ് ശംഖുപുഷ്പം. ഇതുപയോഗിച്ച് ചായ കുടിക്കുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങളെ പ്രദാനം ചെയ്യും. ശംഖുപുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന ട്രോപ്പെയിൻ, ആൽക്കലോയിഡുകൾ പോലെയുള്ള ആന്റി സൈക്കോട്ടിക് സംയുക്തങ്ങൾ സമ്മർദ്ദം ഒഴിവാക്കാനും മനസ്സിനെ ശാന്തമാക്കാനും നല്ലതാണ്. ശംഖുപുഷ്പത്തിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകളും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും
രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് നിയന്ത്രിക്കാനും ഫലപ്രദമാണ്. ഹെർബൽ ശംഖുപുഷ്പം കൊണ്ടുള്ള ചായ ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. തേർഡ് വിഷന്റെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.